രുചിയേറിയ ഒരു നാടൻ മത്തിക്കറി തയ്യാറാക്കിയാലോ? അതിനായി ആദ്യം കുറച്ച് കുടംപുളി കഷ്ണങ്ങൾ കുതിർത്തെടുക്കാം. അടുത്തതായി ഒരു ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കടുക്, ഉലുവ, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തക്കാളി ഒന്ന് വെന്തുടയുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി കുതിരാൻ വെച്ച പുളിയും വെള്ളവും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ 1 കിലോ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് 20 മിനിറ്റോളം മത്തി കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി ഒന്ന് മാറ്റി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് മാറ്റി കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ നാടൻ മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.